കുടുംബം ഒരുമിച്ചിരുന്നത് ഈ പ്രതിഷ്ഠ ചെയ്യുന്നവരുണ്ട്. സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്നത് കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. യൗസേപ്പ് പിതാവിനോടുള്ള ഈ പ്രതിഷ്ഠ, ഈ സമർപ്പണം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു കൂട്ടായ്മയിലാണ് പോകുന്നത്. എങ്ങനെ? മാമോദീസായിൽ ഈശോയ്ക്ക് നമ്മൾ നടത്തിയൊരു പ്രതിഷ്ഠയും സമർപ്പണമുണ്ട്. നമ്മൾ മക്കളെന്ന പോലെ മറിയത്തിന്റെ പക്കൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്താണ് ഈ സെയിന്റ് ജോസഫിനോടുള്ള കോൺസെക്രേഷൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ആ കൂട്ടായ്മയിലാണ് ഈ കോൺസെക്രേഷൻ. നമ്മൾ തിരുക്കുടുംബത്തിലുള്ള എല്ലാവരിലേക്കുമാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. ഇപ്പൊ ഈ യൗസേപ്പിലൂടെ നമ്മൾ മറിയത്തെ സ്നേഹിക്കുന്നു, ഏറ്റവും പ്രധാനമായിട്ട് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. വിവാഹ ജീവിതത്തെ മാനിച്ച, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ മനുഷ്യത്വത്തെ മാനിച്ച ഐഡിയൽ മാൻ ഈശോയാണ്. പിന്നെ നമ്മളത് കാണുന്നത് അത് യൗസേപ്പിലാണ്. ഈശോയ്ക്ക് ശേഷം അത് ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് യൗസേപ്പിലാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ, വിവാഹത്തെ ഒക്കെ യൗസേപ്പിന് സമർപ്പിക്കാൻ പറയുന്നത്? കാരണം യൗസേപ്പിനെ പോലെ വിവാഹ ജീവിതത്തിന്റെ സീക്രട്ട്നെസ്, പരിശുദ്ധി അറിയാവുന്ന ആരാ ഉള്ളത്? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർ യൗസേപ്പിന് നമ്മൾ നടത്തുന്ന ഈ പ്രതിഷ്ഠയുടെ കോൺസക്രേഷൻ ടു സെയിന്റ് ജോസഫിന്റെ 4ാം നാളിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. പ്രാർത്ഥനയോടെ ഈ 4ാം നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിലാണ് മാർഗം ദ വേ എന്ന നോമ്പുകാല ധ്യാനം നിങ്ങളിൽ ഒട്ടനവധി പേര് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് നോമ്പുകാല ചൈതന്യത്തോട് ചേർന്ന് യൗസേപ്പ് പിതാവിനെ ധ്യാനിക്കാൻ പറ്റുന്നത്. കാരണം യൗസേപ്പിനോടുള്ള ഭക്തി ഈശോയെ കുറെ കൂടെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കും. യൗസേപ്പ് പിതാവ് നമ്മളെ ആത്യന്തികമായിട്ട് ഈശോയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തും. അപ്പം അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗ്രോ ഇൻ ദ ഡിവോഷൻ ടു സെയിന്റ് ജോസഫ്. യൗസേപ്പിനോടുള്ള ഈ ഭക്തിയിൽ നമുക്ക് വളരാം. അത് ഈശോയിലേക്ക് നമ്മെ നയിക്കും. അൽഫോൺസ് ലിഗോരി പറയുന്നൊരു കാര്യമുണ്ട്. വലിയ വിശുദ്ധനാണ് അൽഫോൺസ് ലിഗോരി. പറയുന്നൊരു കാര്യം, ഈശോ യൗസേപ്പിനെ ആദരിച്ചു, അനുസരിച്ചു എന്ന ഒറ്റ ചിന്ത മതിയല്ലോ യൗസേപ്പിനോടുള്ള ഭക്തിയുടെ തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കേറാൻ. നോർത്ത് നോക്കിക്കേ, ഈശോ യൗസേപ്പിനെ ആദരിച്ചു, അനുസരിച്ചു എന്ന ഒറ്റ ചിന്ത മതി ഒരു വിശ്വാസിയിൽ, ഒരാത്മാവിൽ യൗസേപ്പിനോടുള്ള ഭക്തി കത്തിപ്പടരാൻ, ആ ഭക്തിയുടെ തീ ആളിപ്പിടിക്കാൻ. യൗസേപ്പിനോട് നല്ല ഭക്തിയിൽ നമുക്ക് വളരാം. നമ്മൾ ക്ലാസിക്കലായിട്ട് കേട്ടിട്ടുള്ള ഒരു ഫ്രേസാണ് ടു ജീസസ് ത്രൂ മേരി. മറിയത്തിലൂടെ ഈശോയിലേക്ക്. ടു ജീസസ് ത്രൂ മേരി. നിങ്ങൾക്ക് ഉത്തരം അറിയാമോ എന്ന് നോക്കട്ടെ. ഇതാരാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് പറയാമോ? കുടുംബം ഒരുമിച്ചിരുന്നതൊക്കെ ചെയ്യുന്നവരുണ്ട്, ഈ പ്രതിഷ്ഠ ചെയ്യുന്നവരുണ്ട്. സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്നത് കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വേഗം പറയാമെങ്കിൽ പറയുന്നവർക്ക് മറ്റേ ആൾ സമ്മാനം കൊടുക്കുക. സന്തോഷമുള്ള കാര്യമല്ലേ അത്? ഇത് നമ്മുടെ വിചാരം ഇത് കഴിഞ്ഞ വർഷം ഏതാണ്ട് കേട്ടതാണ്, ടു ജീസസ് ത്രൂ മേരി. അല്ല, ഇത് ഒരു 2 നൂറ്റാണ്ടിന് മുമ്പാണ്. 18ാം നൂറ്റാണ്ടിൽ വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് ആണ് ഇത് പറഞ്ഞത്, ടു ജീസസ് ത്രൂ മേരി. അദ്ദേഹം വലിയ മാതൃഭക്തനായിരുന്നു. പരിശുദ്ധി അമ്മയോടുള്ള ഭക്താഭ്യാസങ്ങൾ ഏറെ പ്രചരിപ്പിച്ച ആളാണ് ലൂയി മോൺഫോർട്ട്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രയോഗമാണ്, ഫ്രേസാണ് ടു ജീസസ് ത്രൂ മേരി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തിൽ, ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തിൽ അദ്ദേഹം മറിയത്തോടുള്ള ഭക്തിയെ ഷുവറസ്റ്റ്, ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു ജീസസ് എന്ന് അവതരിപ്പിക്കുന്നുണ്ട്, എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജപമാലയുടെ, മരിയൻ ഭക്താഭ്യാസങ്ങളുടെ വലിയ പ്രചാരകനായിരുന്നതും ഷുവറസ്റ്റ്, ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു ജീസസ് ആയിട്ട് അദ്ദേഹം ഈ മാതൃഭക്തിയെ മനസ്സിലാക്കി. അപ്പം നിങ്ങൾ വീണ്ടും സംശയിക്കും, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തിനാണ് അച്ചോ ഇത്രയും മാതാവിനെക്കുറിച്ച് പറയുന്നത് എന്ന്. കാര്യം പറയാം. ഇത്രയും മാതൃഭക്തനായ, മരിയ ഭക്തനായ ലൂയി മോൺഫോർട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വളരെ ചുരുക്കമായിട്ടാണ് യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞത്. അതെന്തായിരിക്കും? അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം സിമ്പിളാണ്. ആഗോള സഭ യൗസേപ്പിനോട് ഡിവോഷൻ അല്ലെങ്കിൽ യൗസേപ്പിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞത്, അത് ഭക്താഭ്യാസത്തിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് കൊണ്ടുവന്നത് ലൂയി മോൺഫോർട്ടിനും ശേഷം
20-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് സമയത്താണ് അങ്ങനെ ഒരു റിവൈവൽ ടുവേർഡ്സ് ദ ഡിവോഷൻ ടു സെയിൻറ്റ് ജോസഫ് സഭയിൽ നടപ്പിലാകുന്നത്. അപ്പോൾ ലൂയി മോൺഫോർട്ട് തിരുസഭയെ അനുസരിച്ചു. സഭയിൽ അന്ന് അങ്ങനെ ഒരു ഭക്തി സഭ ഔദ്യോഗികമായിട്ട് റിവൈവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലൂയി മോൺഫോർട്ട് കാത്തിരുന്നു. ഇന്നായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് വെറുതെ കാണാം. എങ്ങനെയെന്നറിയാമോ? ഫ്രാൻസിൻ്റെ തെരുവുകളിലൂടെ ലൂയി മോൺഫോർട്ട് പ്രസംഗിച്ചും പുസ്തകം എഴുതിയും നടന്നേനെ. എന്തു പറഞ്ഞ്? ടു ജീസസ് ത്രൂ മേരി ആൻഡ് ജോസഫ് എന്ന്. ടു ജീസസ് ത്രൂ മേരി ആൻഡ് ജോസഫ് എന്ന്. രണ്ട് വലിയ വിശുദ്ധരാണ്. ക്രിസ്തീയതയിൽ സഭയിൽ ഉള്ള വലിയ വിശുദ്ധരാണ് മറിയവും യൗസേപ്പും. സംശയമില്ല, അത് നമുക്കെല്ലാം അറിയാം. മറിയവും യൗസേപ്പ് പിതാവും. അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള ഈ കൂട്ടായ്മയും പ്രധാനപ്പെട്ടതാണ്. ഈശോയാണ് അതിൻ്റെ പിവട്ട്, അതിൻ്റെ സെൻറ്റർ ഈശോയാണ്. ആരാധനയുടെ ഒബ്ജക്റ്റ് ഈശോ. മറിയം, യൗസേപ്പ് പിതാവ്. നമ്മൾ ഈ കോൺസക്രേഷനൊക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലോ, യൗസേപ്പ് പിതാവിനോടുള്ള ഈ പ്രതിഷ്ഠ, ഈ സമർപ്പണം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അതിൽ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല കേട്ടോ. ഇത് ഒരു കൂട്ടായ്മയിലാണ് പോകുന്നത്. എങ്ങനെ? അതായത് മാമോദീസായിൽ ഈശോയ്ക്ക് നമ്മൾ നടത്തിയ ഒരു പ്രതിഷ്ഠയും സമർപ്പണമുണ്ട്. മാമോദീസായിൽ നടത്തിയ ഒരു പ്രതിഷ്ഠയും സമർപ്പണവും. മറിയത്തിന് നമ്മൾ മക്കളെന്ന പോലെ മറിയത്തിൻ്റെ പക്കൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്താണ് ഈ സെയിൻറ്റ് ജോസഫിനോടുള്ള കോൺസക്രേഷൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ആ കൂട്ടായ്മയിലാണ് ഈ കോൺസക്രേഷൻ. സെയിൻറ്റ് ജോസഫിന്, യൗസേപ്പിന് നമ്മളെ തന്നെ നമ്മൾ കോൺസക്രേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, നമ്മൾ തിരുക്കുടുംബത്തിലുള്ള എല്ലാവരിലേക്കുമാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. സെയിൻറ്റ് ജോസഫിന്, തിരുക്കുടുംബത്തിൻ്റെ തലവനും കാവൽക്കാരനുമായ സെയിൻറ്റ് ജോസഫിന് ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ, ഹോളി ഫാമിലിയിലെ തിരുക്കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അപ്പോൾ മാമോദീസായിലെ സമർപ്പണത്തെ, പ്രതിഷ്ഠയെ നമ്മൾ ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. മറിയത്തോട് നടത്തിയ മക്കൾക്കടുത്ത സമർപ്പണത്തെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈ യൗസേപ്പിലൂടെ നമ്മൾ മറിയത്തെ സ്നേഹിക്കുന്നു, ഏറ്റവും പ്രധാനമായിട്ട് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. കുടുംബങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചു പറയുന്നില്ലേ? യൗസേപ്പിനെ സ്നേഹിച്ച് ഏറ്റവും ഐഡിയൽ മാൻ ഈശോയാണ്. വിവാഹ ജീവിതത്തെ മാനിച്ച, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ മനുഷ്യത്വത്തെ മാനിച്ച ഐഡിയൽ മാൻ ഈശോയാണ്. പിന്നെ നമ്മളത് കാണുന്നത് അത് യൗസേപ്പിലാണ്. ഈശോയ്ക്ക് ശേഷം അത് ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് യൗസേപ്പിലാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ, വിവാഹത്തെ ഒക്കെ യൗസേപ്പിന് സമർപ്പിക്കാൻ പറയുന്നത്? കാരണം യൗസേപ്പിനെ പോലെ വിവാഹ ജീവിതത്തിൻ്റെ സീക്രട്ട്നെസ്, പരിശുദ്ധി അറിയാവുന്ന ആരാ ഉള്ളത്? യൗസേപ്പിനെ പോലെ വിവാഹ ജീവിതത്തിൽ വേണ്ട ഈ സെൽഫ് സാക്രിഫൈസ്, ആത്മബലി വിവാഹ ജീവിതത്തിൽ നടത്തേണ്ടത് എങ്ങനെയെന്ന് യൗസേപ്പിനെ പോലെ അറിയാവുന്നത് ആരാണുള്ളത്? അപ്പോൾ യൗസേപ്പിൻ്റെ സഹായം ഈ കോൺസക്രേഷനിലൂടെ നമ്മൾ തേടുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ സുഹൃതങ്ങളാണ് പകർന്ന് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഈശോയോട് യൗസേപ്പ് പിതാവ് സ്നേഹം കൂട്ടുമെന്ന് പറയുമ്പോൾ എപ്പോഴും ഈശോയിലേക്കാണ് യൗസേപ്പ് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈശോയിലേക്കാണ് യൗസേപ്പ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് സെയിൻറ്റ് ഹിലറി ഓഫ് പോയിറ്റിയേഴ്സ് എന്ന വിശുദ്ധ സെയിൻറ്റ് ഹിലറി ഓഫ് പോയിറ്റിയേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. ഈജിപ്തിലേക്കും തിരിച്ച് യൂദയായിലേക്കും ഈശോയെ യൗസേപ്പ് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തു. ഒന്നോർത്ത് നോക്കിയേ, ഈജിപ്തിലേക്ക് മിശിഹായെ യൗസേപ്പ് കൂട്ടിക്കൊണ്ടുപോയി, യൂദയായിലേക്ക് യൗസേപ്പ് ഈശോയെ കൊണ്ടുവന്നു. യൂദയായും ഈജിപ്തും എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം, യഹൂദരുടെ ഇടയിലും വിജാതിയരുടെ ഇടയിലും കർത്താവിനെ അവർ പ്രഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് കിടക്കുകയാണ് ഇവിടെ ജോസഫ് ഈശോയെ നമുക്ക് സമ്മാനിക്കും, ഈശോയെ നമുക്ക് പകർന്നു തരും. നമ്മൾ ഇന്ന് യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. യൗസേപ്പ് പിതാവിന് പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിരുക്കുടുംബത്തിന് മുഴുവനുമായിട്ടാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. യൗസേപ്പിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈശോയെ നമ്മൾ അധികമായി സ്നേഹിച്ചു തുടങ്ങുകയാണെന്ന് തിരിച്ചറിയാം. ഇന്ന് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത്, ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വീഡിയോ, ഇതിൻ്റെ പിന്നാലെ ലഭിക്കുന്നത്, ഭാഗ്യപ്പെട്ടമാർ യൗസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയെയും ഞങ്ങളിപ്പോൾ മനഃശരണത്തോടെ യാചിക്കുന്നു. സുന്ദരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിങ്ങൾക്കായിട്ട്
കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നമ്മുടെ ചാനലിൽ വരും. അതെല്ലാ ദിവസവും രാവിലെ കേട്ട് ദിവസം തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ എൻ്റെ പേഴ്സണൽ പയറ്റിയുടെ ഭാഗമാണത്. എല്ലാ ദിവസവും രാവിലെ ഈ പ്രാർത്ഥന ചൊല്ലിയാണ് ദിവസം തുടങ്ങുന്നത്. യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ കാഴ്ചവെച്ചാണ്. അപ്പോൾ അത് നല്ലൊരു ശീലമാണ്. അത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ കേട്ട് അതിങ്ങനെ പാടും. നല്ല പ്രാർത്ഥന, പ്രത്യേകിച്ചും മറിയത്തോടുള്ള കൂട്ടായ്മയിൽ, ഈശോയ്ക്ക് യൗസേപ്പ് ഒരുക്കിയ കാവലിൽ, തിരുക്കുടുംബത്തോടുള്ള ഭക്തിയിലൊക്കെയാണ് ആ പ്രാർത്ഥന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് നമ്മെ തന്നെ യൗസേപ്പ് പിതാവിന് കോൺസെൻട്രേറ്റ് ചെയ്ത് സമർപ്പിച്ച് സമർപ്പണത്തിൻ്റെ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലി കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.